ഇസ്രായേൽ ഇറാൻ സംഘർഷം എന്ന വലിയ തലക്കെട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് മാറിയിരിക്കുന്നു. ഇറാന്റെ മൗനത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളത് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അത് US സൈനിക ഉദ്യോഗസ്ഥന്മാരെ ആ വൃത്തങ്ങളിൽ നിന്ന് വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഇറാൻ ഇപ്പോൾ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല, പകരം ഹിസ്ബുള്ളയ്ക്ക് വേണ്ട സഹായം നൽകിക്കൊണ്ട് പ്രാദേശികമായ സംഘർഷം വർദ്ധിപ്പിക്കാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിസ്ബുള്ള ഇപ്പോൾ ടെൽ അവീവ് അടക്കമുള്ളിടത്തേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത്. അതായത് ഇസ്രായേലിൻ്റെ നഗരങ്ങൾക്ക് ഉറക്കമില്ലാത്ത ദിനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് നിരന്തരം റോക്കറ്റ് ആക്രമണം നടത്തുക, പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിർത്തുക, പ്രാദേശിക സംഘർഷം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇറാൻ്റെ ഒരു നിലപാടെന്നാണ് ഇപ്പോൾ ഈ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരിട്ട് നിലവിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കില്ല, ഒരുപക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും അത് സംഭവിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല. ഏതായാലും ഇത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. അത് കൂടുതൽ പ്രദേശത്ത് സംഘർഷാവസ്ഥ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്ന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.